إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم والذين آمنوا واتبعتهم ذريتهم بإيمان ألحقنا بهم ذريتهم وما ألتناهم من عملهم من شيء كل امرئ بما كسب رهين ബഹുമാന്യരായ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുൽ ഇസ്ലാമിന്റെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ സകല മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന അവന്റെ ഉത്തമരായ അടിമകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹു എണ്ണിയാൽ ഒതുങ്ങാത്ത അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിലൊരു അനുഗ്രഹമാണ് നമ്മുടെ മക്കൾ. അനുഗ്രഹമാണ് എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അതൊരു പരീക്ഷണവുമാണ് എന്ന്. അതിനപ്പുറം അതൊരു അമാനത്തുമാണ്. ഈ തിരിച്ചറിവ് മഹാഭൂരിഭാഗം രക്ഷിതാക്കൾക്കും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഓരോ രക്ഷിതാവും, ഓരോ ഭാര്യ ഭർത്താക്കന്മാർ, ദമ്പതിമാർ, അവർ ചിന്തിക്കുന്നത് ഞങ്ങൾ വിവാഹം കഴിഞ്ഞു, ഞങ്ങളുടെ ശ്രമഫലമായി ഞങ്ങൾക്ക് മക്കളുണ്ടായി എന്നാണ്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ശ്രമഫലവും നമ്മുടെ ഇച്ഛക്കനുസരിച്ചും നമ്മുടെ താല്പര്യമനുസരിച്ചുമാണ് മക്കൾ ഉണ്ടാകുന്നത് എങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന മക്കളെ ഉണ്ടാകാൻ പാടുണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ചാൽ ആൺകുട്ടികളെ ഇഷ്ടപ്പെടുന്നവന് അത് കിട്ടണം, പെൺകുട്ടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് കിട്ടണം. അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന സൗന്ദര്യം അവർക്കുണ്ടാകണമായിരുന്നു. അങ്ങനെയൊന്നും അല്ല, അല്ലേ? വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് അത് അള്ളാഹു നമുക്ക് അവനുദ്ദേശിക്കുന്നവർക്ക് ആ കുട്ടികളെ നൽകുന്നു എന്നാണ്. അപ്പൊ ദാമ്പത്യ ജീവിതം നയിച്ചിട്ട് മക്കളില്ലാത്ത എത്ര ആളുകളില്ലേ? 15 കൊല്ലം 20 കൊല്ലൊക്കെ ദാമ്പത്യ ജീവിതം നയിച്ചിട്ട് ഇന്നും ഹോസ്പിറ്റലുകളുടെ വരാന്തകളിൽ നൂറുകണക്കിന് രൂപയുടെ കെട്ടുകളുമായി കൊണ്ട് ഒരു കാത്തിരിക്കുകയാണ് കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട്, അല്ലേ? അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ് ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ് യഖ്ലുഖു മാ യശാ യഹബു ലിമൻ യശാഉ ഇനാസാ വയഹബു ലിമൻ യശാഉ ദുകൂർ ഔ യുസവ്വിജുഹും ദുക്റാനം വ ഇനാസാ. അതുപോലെ തന്നെ വയജഅലു മൻ യശാഉ അഖീമാ ഇന്നഹു അലീമുൻ ഖദീർ. ആകാശഭൂമികളെ, അല്ലേ? ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികൾ അല്ലാഹുക്കുള്ളതാണ്. യഖ്ലുഖു മാ യശാ,
അവൻ ഉദ്ദേശിക്കുന്നതിനെ അവൻ സൃഷ്ടിക്കുന്നു. അവൻ ഉദ്ദേശിക്കുന്നതിനെ അവൻ സൃഷ്ടിക്കുന്നു. അതുപോലെ തന്നെ യഹബു ലിമൻ യശാഉ ഇനാസ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പെൺകുട്ടികളെ നൽകുന്നു. വയഹബു ലിമൻ യശാഉ ദുഖൂർ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു ആൺകുട്ടികളെ നൽകുന്നു. ഔ യുസവ്വിജുഹും ദുക്റാനം വ ഇനാസ, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടകലർത്തി നൽകുന്നു. വയജ്അലു മൻ യശാഉ അഖീമാ, അവൻ ഉദ്ദേശിക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളൊന്നുമില്ലാത്ത വന്ധ്യതയുള്ളവരാക്കുന്നു. ഇന്നഹു അലീമുൻ ഖദീർ, ആ അല്ലാഹു എല്ലാം അറിയുന്ന അലീമാണ്, എല്ലാത്തിനും കഴിയുന്ന ഖദീറാണ്. കണ്ടോ, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെയാണ് നമുക്ക് നൽകുന്നത്. പ്രിയമുള്ളവരെ, ആ പടച്ച റബ്ബ് നൽകിയ ആ അനുഗ്രഹത്തെയും അമാനത്തിനെയും തിരിച്ചറിയാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ്. നമ്മുടെ ഇഷ്ടാനുസരണം അവരെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് അനുവാദമില്ല. അവിടെ ഇസ്ലാമിക നിർദ്ദേശമുണ്ട്. ഒരു ഭൂരിഭാഗം ആളുകളും ചിന്തിച്ചിട്ടുള്ളത് വിശ്വാസ രംഗത്തും ആചാര രംഗത്തും മാത്രമേ ഇസ്ലാം ഉള്ളൂ. അതല്ല, ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും ഇസ്ലാമിന്റെ അധ്യാപനമുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ, കുളിക്കുമ്പോൾ, അങ്ങനെ തുടങ്ങി ഓരോ സന്ദർഭങ്ങൾ എടുത്തു നോക്ക്. കിടക്കപ്പായി എണീക്കുമ്പോ, കിടക്കപ്പായിലേക്ക് കിടക്കുമ്പോ, ഇവിടെയൊക്കെ ഇസ്ലാമുണ്ട്. അതുപോലെ തന്നെ മക്കളെ വളർത്തുന്നിടത്തും പ്രിയമുള്ളവരെ ഇസ്ലാം വളരെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഭൂരിഭാഗം ആളുകളും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അതിൽ മുജാഹിദും സുന്നി ജമാഅത്തും അതിലൊന്നൊരു വ്യത്യാസമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. മക്കളിൽ നമ്മൾ എന്താണ് പ്രിയമുള്ളവർ ആഗ്രഹിക്കുന്നത്? ഓരോ രക്ഷിതാക്കളും മക്കളിലൂടെ എന്താണ് ആഗ്രഹിക്കുന്നത്? ഒരു ബിസിനസ് കണ്ണുകളാണ് ഒരു ഭൂരിഭാഗം രക്ഷിതാക്കളും മക്കളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചിലവഴിക്കുന്ന പണം അതിന്റെ ഇരട്ടിയായി അവൻ വലുതാകുമ്പോൾ തിരിച്ചു കിട്ടണം എന്നാണ് പല രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നത്. അത് പടച്ച റബ്ബ് നൽകിയ അമാനത്താണ് എന്നോ അള്ളാഹു പറഞ്ഞതുപോലെയാണ് എന്റെ മക്കളെ ഞാൻ വളർത്തേണ്ടത് എന്നോ ഭൂരിഭാഗം രക്ഷിതാക്കൾക്കും വേണ്ടത്ര ഗൗരവമായ ചിന്തയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഓരോ രക്ഷിതാവും മറുപടി പറയേണ്ടി വരും. അവനവന്റെ മക്കൾക്ക് ദീനീബോധം ഉണ്ടാക്കി കൊടുക്കൽ ഓരോ രക്ഷിതാവിന്റെയും ബാധ്യതയാണ്. ആയിരങ്ങള് നമ്മൾ ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കുന്നവരാണ്. ആയിരങ്ങൾ നമ്മൾ ചെലവഴിക്കുന്നവരാണ്. അതിനൊരു മടി നമുക്കില്ല. ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് ഡൊണേഷൻ ആയിരങ്ങൾ കൊടുക്കാൻ നമുക്ക് മടിയില്ല. അതിന് വാഹന സൗകര്യം ആയിരങ്ങൾ ചെലവഴിക്കുന്നിടത്ത് നമുക്ക് ഒരു പ്രയാസവും നമ്മൾ അനുഭവിക്കാറില്ല. എന്നാൽ മതവിദ്യാഭ്യാസ രംഗത്ത്, മതം പഠിപ്പിക്കുന്നിടത്ത് നമ്മുടെ മക്കൾക്ക് പണം ചെലവഴിക്കുവാനും അതിന്റെ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും പ്രിയമുള്ളവരെ മഹാഭൂരിഭാഗം ആളുകളും പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവനവന്റെ മക്കൾ ഡോക്ടറാക്കണം, എഞ്ചിനീയർ ആക്കണം എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. വേണം, അതിന് കുഴപ്പമില്ല. പക്ഷേ മതബോധമില്ലാത്ത, ദീനി അറിവില്ലാത്ത മക്കൾ പ്രിയമുള്ളവരെ നമുക്കുണ്ടായിട്ട് എന്താണ് കാര്യം? നമ്മളെല്ലാവരും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിയമുള്ളവരെ പ്രയാസപ്പെടുന്ന ഘട്ടം ഏതാറിയോ? നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ഘട്ടം നമ്മുടെ മക്കൾ വഴിതെറ്റുമ്പോഴാണ്. 18 വയസ്സായ നമ്മുടെ പെൺകുട്ടി അന്യന്റെ കൂടെ ഇറങ്ങിപ്പോയാൽ സുഹൃത്തുക്കളെ തകർന്നു പോകും. ഓരോ മാതാവും പിതാവും തകർന്നു പോകും, ഒരു സംശയവും. അങ്ങനെയുള്ള രക്ഷിതാക്കളങ്ങൾ പോയി കണ്ടു നോക്കിയാൽ മതി. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത എത്ര ആളുകളുണ്ട്. സ്വന്തം വീട് വിറ്റ് ആരും അറിയാതെ മറ്റൊരു നാട്ടിൽ പോയി താമസിക്കുന്ന മാതാവും പിതാവും ഉണ്ട് പ്രിയമുള്ളവരെ. കാരണം 18 വർഷക്കാലത്തോളം ആറ്റുനൂറ്റ് വളർത്തിയ മകളെ ഒരു ഓട്ടോറിക്ഷക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോയതാണ്. തല ഉയർത്തി നിൽക്കാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ മകനെങ്ങാനും ലഹരിക്കടിമപ്പെട്ട് അവൻ വഴിതെറ്റിയിട്ടുണ്ട് എന്ന് അറിയുന്ന ആ നിമിഷം ഉണ്ടല്ലോ, ഞാനും നിങ്ങളും തകർന്നു പോകും. നമ്മുടെ മക്കളാകുമ്പോ നമ്മൾ തകർന്നു പോകും പ്രിയമുള്ളവരെ. അതുകൊണ്ട് വളരെ കൃത്യമായി കൊണ്ട് ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ മക്കളെ വളർത്താൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്. ആ രംഗത്ത് പലപ്പോഴും പ്രിയമുള്ളവരെ രക്ഷിതാക്കളാണ് പരാജയപ്പെടുക. രക്ഷിതാക്കൾ ആ രംഗത്ത് പരാജയം. ഒരു ഭൂരിഭാഗം രക്ഷിതാക്കളും പറയണെന്താ അറിയോ? 14 വയസ്സായിട്ടുള്ളൂ, 13 വയസ്സായിട്ടുള്ളൂ, 8ാം ക്ലാസ് പഠിക്കുക, 7ാം ക്ലാസ് പഠിക്കുക. പക്ഷെ ആ മകനും മകളും എന്നെ അനുസരിക്കുന്നില്ല എന്ന് പറയുന്ന എത്ര രക്ഷിതാക്കളുണ്ട്. മാത്രമല്ല എന്റെ ഈ സംസാരം കേൾക്കുന്ന ഭൂരിഭാഗം വരുന്ന രക്ഷിതാക്കള് നമ്മൾ പ്രിയമുള്ളവരെ നമ്മുടെ മക്കളെ കുറിച്ച് ആശങ്കാകുലരല്ലേ? നമുക്ക് ആശങ്കയില്ലേ നമ്മുടെ മക്കളെ കുറിച്ചിട്ട്? എന്തായിരിക്കും അവന്റെ ഭാവി? അവന്റെ സ്കൂളിലേക്ക് അവനെ വിടുമ്പോൾ നമ്മൾ പൂർണ്ണ സംതൃപ്തരാണോ?
പഴയ കാലത്തൊക്കെ നമുക്ക് സ്കൂളിലേക്ക് എത്തിയാൽ നമുക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നു. അതെ, എന്റെ കുട്ടി സ്കൂളിൽ എത്തിയിട്ടുണ്ട്, ഇനി സുരക്ഷിതനാണ് എന്ന്. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്ന് കലാലയങ്ങളും സുരക്ഷിതമല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഗൗരവമായി കൊണ്ട് അവനവന്റെ മക്കളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ല എങ്കിൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, താമരശ്ശേരിയിൽ കേട്ട വാർത്ത, തിരുവനന്തപുരത്ത് കേട്ട വാർത്ത, ഒരുപക്ഷെ നമ്മുടെ വീട് പടിക്കലെത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലേ? മാതാവിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച് മാതാവ് മാത്രം രക്ഷപ്പെട്ടത്. 5 ആളെ കൊന്നുകളഞ്ഞ ചെറുപ്പക്കാരനുണ്ടായത് എങ്ങനെ അറിയോ? എങ്ങനെ സുഹൃത്തുക്കളെ? ദീന് മക്കൾക്ക് മതബോധം ഉണ്ടാക്കി കൊടുക്കാത്തതിന്റെ പേരിലാണ്. അതിന്റെ കാരണക്കാർ മാതാവും പിതാവും എന്ന് പറയുന്ന ഞാനും നിങ്ങളുമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പലപ്പോഴും നമ്മൾ എന്താ അറിയോ? കുറ്റപ്പെടുത്തലുകളാണ്. ആരെ കുറ്റപ്പെടുത്തുക? സ്കൂളിനെ കുറ്റപ്പെടുത്തും, അല്ലെ? അവന്റെ കൂട്ടുകാരെ കുറ്റപ്പെടുത്തും. 18 വയസ്സായാൽ 17 വയസ്സായാൽ നമ്മുടെ മക്കൾ നമ്മുടെ നിയന്ത്രണത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോ അപ്പൊ നമ്മൾ എന്താ പറയാ അറിയോ? നമ്മൾ പറയാ, ഓൻ ആ സ്കൂളിൽ വിട്ടപ്പോഴാ അവന് പോയത്, അവന് വഴി തെറ്റിയത്. അവൾ ആ സ്കൂളിലേക്ക്, അവളുടെ കൂട്ടുകാരികൾ ഇന്ന ആളായിരുന്നു, അതുകൊണ്ടാണ് അവൾ വഴി തെറ്റിയത്. അല്ല, അതല്ല. ആദ്യം വഴിതെറ്റിച്ചത് മാതാപിതാക്കളായ ഞാനും നിങ്ങളുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ മക്കളും ഇവിടെ ജന്മമെടുക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. ഫഅബവാഹു, അവന്റെ മാതാപിതാക്കളാണ്. യുമജ്ജിസാനിഹി വയുനസ്സിറാനിഹി വയുഹവ്വിദാനിഹി, അവനെ മജൂസിയാക്കുന്നത്, അവനെ നസ്രാനിയാക്കുന്നത്, അവനെ യഹൂദിയാക്കുന്നത്, വഴിതെറ്റിക്കുന്നത് മാതാപിതാക്കളാണ്. വഴിതെറ്റിക്കുന്നത് മാതാപിതാക്കളാണ്. അതിൽ ഒരു മാതാപിതാക്കൾക്കും കൈ കഴുകി രക്ഷപ്പെടാൻ സാധ്യമല്ല പ്രിയമുള്ളവരെ. അതിനെ ചെറുപ്പം മുതൽ, ആ കുഞ്ഞിന്റെ മസ്തിഷ്കം വളരുന്ന പ്രായം മുതൽ, ആ പ്രായം മുതൽ നമ്മുടെ കുട്ടി കേൾക്കുന്നത്, നമ്മുടെ കുട്ടി കാണുന്നത്, നമ്മുടെ കുട്ടിയുടെ അനുഭവം തികച്ചും ഇസ്ലാമിക വിരുദ്ധമായ അനുഭവങ്ങളാണ്. അല്ലെ? കുട്ടിക്ക് ചോറ് കൊടുക്കുന്നത് പോലും മൊബൈൽ ഫോണിൽ റീൽസ് കാണിച്ചു കൊടുത്തുകൊണ്ടാണ്, മൊബൈൽ ഫോണിൽ ഗെയിം കാണിച്ചു കൊടുത്തുകൊണ്ടാണ്. ഇന്ന് നമ്മുടെ 2 വയസ്സായ 3 വയസ്സായ കുട്ടിയുടെ കയ്യിൽ ഏതൊരു വീട്ടിലേക്ക് കയറി ചെന്നാൽ, ഒരു ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ നമ്മൾ കാണും എല്ലാ കുട്ടികളുടെ കയ്യിലും മൊബൈൽ ഫോണുകളാണ്. എല്ലാ കുട്ടികളുടെ കയ്യിലും മൊബൈൽ ഫോണുകളാണ്. മാതാവ് നൽകുന്നതാണ്, പിതാവ് നൽകുന്നതാണ്. ഇങ്ങനെ വളരെ ചെറുപ്രായത്തിൽ 3 വയസ്സ് മുതൽ 9 വയസ്സ് വരെ ഒരു കുഞ്ഞിന്റെ മസ്തിഷ്കം അതിവേഗതയിൽ, ദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ കാണുന്നത്, നമ്മുടെ മക്കൾ കേൾക്കുന്നത്, നമ്മുടെ മക്കളുടെ അനുഭവങ്ങൾ തികച്ചും ഇസ്ലാമിക വിരുദ്ധമാണ്. ആ അനുഭവങ്ങൾ എവിടുന്ന് കിട്ടിയതാണ്? മാതാപിതാക്കൾ എന്ന് പറയുന്ന ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന നമ്മുടെ വീടുകളിൽ നിന്ന് ലഭിച്ചതാണ്. അതവന്റെ മനസ്സിൽ ഒരു ബ്ലൂ പ്രിന്റായി രൂപപ്പെടുന്നു എന്ന്, അത് പിന്നീട് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള അവസരങ്ങൾ അവന്റെ കലാലയങ്ങളിൽ നിന്നും അവന്റെ കൂട്ടുകാരിൽ നിന്നും ലഭ്യമാകുന്നു എന്ന്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചെറുപ്പം മുതൽ കുഞ്ഞിന് ജീവിക്കാനുള്ള ചുറ്റുപാട് അവനവന്റെ വീട്ടിലെങ്കിലും ഒരുക്കി കൊടുക്കാൻ മാതാപിതാക്കളായ ഞാനും നിങ്ങളും പരാജയപ്പെട്ടപ്പോഴാണ് ഇത്തരം തലമുറകൾ, ഇത്തരം ലഹരിക്കടിമപ്പെടുന്ന, ലഹരി കാണുമ്പോഴേക്ക് അതിലേക്ക് വീണുപോകുന്ന, അതുപോലെ തന്നെ പലരുമായും പല രൂപത്തിലുള്ള ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന, അതെ, നമ്മൾ അറിയണില്ല, നമ്മുടെ വീടിന്റെ മുകളിലുള്ള റൂമിൽ നമ്മുടെ മകൾ, അവൾ 10ാം ക്ലാസ്സുകാരിയാണ്, 9ാം ക്ലാസ്സുകാരിയാണ്, 11ാം ക്ലാസ്സുകാരിയാണ്. അതേ, പലരുമായും പല ബന്ധങ്ങളുമാണ്. അവനവന്റെ വീട്ടിൽ ഒരു അന്യ പുരുഷൻ വന്നിട്ട് പോലും പല മാതാപിതാക്കളും അറിയാത്ത അത്ര വരെ അശ്രദ്ധമായി പോയിരിക്കുന്ന ഒരു കാലഘട്ടം പ്രിയമുള്ളവരെ, അത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മുടെ മക്കൾ കാണുന്നത് എന്താണ്, കേൾക്കുന്നത് എന്താണ്? അല്ലെ? സിനിമയും സീരിയലുകളും അശ്ലീലതകളുമാണ്. ആരാണ് പ്രിയമുള്ളവരെ ലഹരി ഉപയോഗിക്കാൻ പഠിപ്പിച്ചു കൊടുത്തത്? ഒരു മദ്രസ ഒന്നും പഠിപ്പിക്കുന്നില്ല, ഒരു സ്കൂളൊന്നും പഠിപ്പിക്കുന്നില്ല, അവിടുന്ന് പഠിപ്പിക്കണില്ല. പിന്നെ എവിടുന്ന് അത് കിട്ടിയത്? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സംവിധാനിച്ചു നൽകിയ സിനിമകൾ, സീരിയലുകൾ, അശ്ലീലതകൾ, അവൻ ഇഷ്ടപ്പെടുന്ന സിനിമാ സ്റ്റാർ, അവൻ ലഹരി ഉപയോഗിക്കുന്നത് കണ്ട രൂപം, അവിടുന്ന് അവൻ പഠിച്ചത്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒരുക്കി കൊടുത്ത സംവിധാനങ്ങളാണ്. ആ സംവിധാനങ്ങളിലൂടെയാണ് മക്കൾ പഠിച്ചത്. അത് നമ്മൾ മനസ്സിലാക്കണം. അല്ലെ? നമ്മുടെ കുട്ടിയുടെ തലമുടി ആരാ തീരുമാനിക്കുന്നത്? നമ്മുടെ കുട്ടിയുടെ വേഷവിധാനം ആരാ തീരുമാനിക്കുന്നത്? പഴയ കാലത്തൊക്കെ ലൂസുള്ള വസ്ത്രം ധരിക്കാന് എല്ലാ മക്കൾക്കും മടിയായിരുന്നു. ഇപ്പൊ അതാ മോഡല്. അല്ലേ? പള്ളിയിലേക്ക് കയറി വരുന്ന കുട്ടികൾക്ക് വരെ എരിയാണിക്ക് താഴെ പോയ വസ്ത്രം. എങ്ങനെ താഴെ പോകാതിരിക്കുക? പിതാവിന്റെ വസ്ത്രം അതിനേക്കാ താഴത്താണ്. എന്നിട്ട് ആ പിതാവ് മക്കളെ ഉപദേശിക്കാൻ അർഹതയുണ്ടോ? അർഹതല്ല.
അർഹതല്ല. എന്തുകൊണ്ട് അർഹതല്ല? പിതാവിന്റെ അടുത്ത് ദീനില്ല, മാതാവിന്റെ അടുത്ത് ദീനില്ല. ഉപദേശിക്കാനുള്ള അർഹത പോലും മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടു പോയൊരു കാലഘട്ടം അല്ലേ? മാതാപിതാക്കൾ മക്കൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞെടുക്കുമ്പോ വാപ്പിയും നിസ്കരിക്കണവനാകണം അല്ലെങ്കിൽ പ്രിയമുള്ളവരെ മക്കളിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. ഇങ്ങനെ തുടങ്ങി ഓരോ രംഗത്തും മാതൃകയാകേണ്ട മാതാപിതാക്കൾ മക്കളെ വഴിതെറ്റിപ്പിക്കുകയാണ്. എല്ലാ സംസാരത്തിലും പെരുമാറ്റത്തിലും ഇടപെടലുകളിലും നമ്മുടെ മക്കൾ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ പറയും ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയും അതിൻ്റെതായ ആശയങ്ങളുമൊക്കെ സമൂഹത്തിൽ പ്രചരിക്കുമ്പോൾ ഒരു മഹാഭൂരിഭാഗം വരുന്ന പെൺകുട്ടികളും കല്യാണം വേണ്ട എന്ന് പറയുന്നത് അവനാന്റെ വാപ്പാന്റിമാന്റെ ജീവിതം കണ്ടിട്ടാണ്. ആ കുട്ടി വിചാരിക്കാണ് എന്റെ അമ്മ ഇത്രയധികം എന്റെ വാപ്പാന്റെ അടുത്ത് നീ പീഡനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എനിക്കെന്തിനാ കല്യാണം? നമ്മൾ ചിന്തിച്ചത് എന്താ? അതിവിടെ ആശയങ്ങൾ രൂപീകരിച്ചു കൊണ്ടുവരാല്ലേ? ആ ആശയം രൂപീകരിക്കുന്നതിലേക്ക് നമ്മുടെ മക്കൾ എത്തിപ്പെട്ടത് ഞാനും നിങ്ങളും അടങ്ങുന്ന ഭാര്യാഭർത്താക്കന്മാരുടെ സന്തോഷകരമല്ലാത്ത, ആനന്ദമില്ലാത്ത, അതേ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സമ്മർദ്ദങ്ങളും മാത്രമുള്ള ഒരു കുടുംബ ജീവിതം എന്റെയും നിങ്ങളുടെയും മക്കൾ അതവർ പരിചയിച്ച് ജീവിച്ചത് കൊണ്ടാണ്. അത് കണ്ടോണ്ടാണ് ഞാൻ എന്റെ ഭാര്യയോട് നന്നായി പെരുമാറുന്നില്ല അല്ലേ? ഭാര്യ ഭർത്താവിനോട് നന്നായി പെരുമാറുന്നില്ല. പരസ്പരം 10 മിനിറ്റ് ഇരുന്നാല് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി, പ്രശ്നമായി, ഏറ്റുമുട്ടലായി. ഒരു 5 മിനിറ്റ് വീട്ടിൽ വാപ്പാക്കും ഉമ്മാക്കും ഒരുമിച്ചിരിക്കാൻ കഴിയണില്ല. കുട്ടി ചിന്തിക്കാണ്, ഒരു കല്യാണം കഴിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാർ ഇങ്ങനെയാണ് ജീവിക്കണമെങ്കിൽ എനിക്ക് കല്യാണം ആവശ്യമല്ല എന്ന് കുട്ടി തീരുമാനിക്കാണ്. അതുകൊണ്ടാണ് മാതാവും പിതാവുമാണ് മക്കളെ വഴിതെറ്റിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരുടെ തലക്ക് വെച്ചിട്ടും രക്ഷപ്പെടാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമല്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മൾ മാതൃകകളാകണം, വാപ്പയും ഉമ്മയും മാതൃകകളാകണം. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാത്തിനും മാതൃകയായിരുന്നു. സഹാബത്ത് അവർ മാതൃകകളായിരുന്നു. പക്ഷേ നമ്മുടെ മക്കൾ അവർ വഴിതെറ്റിപ്പോകുന്നിടത്ത് ഒരു വലിയ ശതമാനം അവർക്ക് പ്രചോദനം നൽകുന്നത് മാതാപിതാക്കളാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു ഉമ്മാക്ക് സ്വന്തം മക്കളെ ഉപദേശിക്കാൻ കഴിയില്ല. ഞാനൊരു LP സ്കൂൾ അധ്യാപകനാണ്. 3ാം ക്ലാസ്സിലെ കുട്ടികളുടെ കയ്യിലുണ്ട് ലിപ്സ്റ്റിക്ക്, 3ാം ക്ലാസ്സിലെ കുട്ടിയുടെ കയ്യിലുണ്ട് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, സ്പെഷ്യൽ ബാഗ് വെച്ചാ വരിക. ആരാ മേടിച്ചു കൊടുക്കണത്? വാപ്പയും ഉമ്മയാണ്, ഉപ്പയും ഉമ്മയാ മേടിച്ചു കൊടുക്കണത്. എത്ര വയസ്സ് പ്രായമുള്ള കുട്ടിയാണ് അല്ലെ? മുഖം കഴുകിയാൽ എടുത്ത് തേക്കാണ്. ഒന്ന് കൈ കഴുകി ഒന്ന് മുഖം ഒന്ന് കുലുക്കുഴിഞ്ഞാല് ലിപ്സ്റ്റിക്ക് പോകാൻ വീണ്ടും എടുത്ത് തേക്കാണ്. LP സ്കൂളിലെ കുട്ടികളുടെ കയ്യിലുണ്ട്. ഉമ്മാക്ക് ഉപദേശിക്കാൻ അർഹതയുണ്ടോ? ഇല്ല. ഒരു കല്യാണത്തിന് പോകുമ്പോ ഉമ്മ വാരി തേക്കാണ്, മുഖം മിനിക്കാണ്. ഭർത്താവിന്റെ മുന്നിലല്ല സൗന്ദര്യം പ്രകടിപ്പിക്കുന്നത്, പുറത്തിറങ്ങുമ്പോഴാണ് അല്ലെ? കുട്ടികളെ ഉപദേശിക്കാൻ ഉമ്മാക്ക് അർഹത ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അൽ മർഅതു റായിയത്തുൻ അലാ ബൈതി സൗജിഹാ വവലദിഹി വമസ്ഊലത്തുൻ അൻ റഅയ്യതിഹാ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാർ, സഹോദരിമാർ ഗൗരവമായി ചിന്തിക്കണം. ആരും അടിച്ചേൽപ്പിച്ചതല്ല. ലോകത്തിന്റെ നേതാവ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനത്തായ മുഴുവൻ സ്ത്രീകളെയും പഠിപ്പിച്ച കാര്യമാണ്. ഒരു പെണ്ണിന്റെ ഉത്തരവാദിത്വമാണ് ഭർത്താവിന്റെ വീട് ഇസ്ലാമികമായി നോക്കുക എന്നുള്ളത്. ഭർത്താവിന്റെ മക്കളെയും ഇസ്ലാമികമായി വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് അതെ ഒരു വീട്ടിലുള്ള പെണ്ണിന്റെ, ആ വീട്ടിലുള്ള ഉമ്മയുടെ ഉത്തരവാദിത്വമായി കൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ആ ഉത്തരവാദിത്വം നിങ്ങൾ നിർവഹിക്കുന്നില്ലെങ്കിൽ പടച്ചറബിന്റെ കോടതിയിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും, ഒരു സംശയവുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ആദ്യം നമ്മുടെ വീട് നന്നാക്കണം. നമ്മൾ ഭാര്യ എന്നുള്ള നിലക്ക് നമ്മുടെ ഭാര്യ നന്നാകണം, ഭർത്താവ് എന്നുള്ള നിലക്ക് നമ്മൾ നന്നാകണം. ഇസ്ലാമികമായ സംസ്കാരം നമ്മൾ ആദ്യം ഉണ്ടാകണം. എന്നാലേ കുട്ടികളെത്തുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കുട്ടികളെത്തുണ്ടാവൂല. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിന്റെ അവസ്ഥ എന്താണ്? എല്ലാ അശ്ലീലതകളും. പണ്ടൊക്കെ ഒരു TV ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെയല്ല. 4 ആളുണ്ട്, 8 മൊബൈലുണ്ട്, 16 ചാനലുണ്ട് അല്ലേ? ഓരോരുത്തർക്കും പ്രത്യേക യൂട്യൂബ് ചാനലാണ്. അവനാന്റെ വീട്ടിലൊന്ന് ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കാൻ, മുഖത്തോട് മുഖം നോക്കാൻ പോലും സമയമില്ലാത്ത ഒരു സാമൂഹ്യ ചുറ്റുപാട്, കുടുംബ പശ്ചാത്തലമാണ് ഇന്ന് നിലനിന്നുകൊണ്ടിരിക്കുന്നത്. അതിലാരും തെറ്റിദ്ധരിക്കുകയും വേണ്ട, നമ്മൾ കുഴപ്പമില്ലാന്ന് ആരും വിചാരിക്കണ്ട. ഏകദേശം 95% വീട്ടിലെ അവസ്ഥ തന്നെയാണ്. അവിടെ സംഘടനാ ഭേദമൊന്നുമില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ആദ്യം നമ്മുടെ വീട്ടിലെ നിലവിലുള്ള സാഹചര്യം
നന്നാക്കാൻ തയ്യാറാകണം. ഇന്ന് ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യാൻ 2 കുട്ടികളുമായി ഒരു ഉമ്മ കയറിയിട്ടുണ്ട്. 2 കുട്ടികളുമായി ഒരു കുട്ടി കിടന്നുറങ്ങാൻ, മറ്റൊരു കുട്ടി ഉമ്മ അവിടുന്ന് കയറിയത് മുതൽ മൊബൈൽ ഫോണില് എന്തോ കാണാൻ. ഈ കുട്ടി ഒരു 8 വയസ്സ് 7 വയസ്സ് പ്രായമുള്ള കുട്ടി എന്റെ മുഖത്ത് നോക്കുന്നുണ്ട്, ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്, ഇങ്ങനെ നോക്കിയിരിക്കാൻ. എത്ര സമയം ആ ഉമ്മ കുട്ടിയുടെ മുഖത്തേക്ക് പോലും നോക്കാൻ ആ ഉമ്മക്ക് സമയം കിട്ടിയിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒക്കെ നമ്മുടെ ഖൈറുമ്മത്തിന്റെ ഉമ്മമാരാണ്, ഖൈറുമ്മത്തിന്റെ ഉമ്മമാരാണ്. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ എപ്പോഴും നമ്മുടെ കുട്ടികളെ മുഖത്ത് നോക്കാറുള്ളത്? എത്ര സമയമുള്ള കുട്ടികളോട് സംസാരിക്കാറുണ്ട് അല്ലേ? നമ്മൾ മൊബൈൽ ഫോണിൽ നോക്കിയിട്ടാ കുട്ടികളോട് പറയാ, മക്കളെ മൊബൈൽ ഫോൺ നോക്കണ്ട, പോയി പഠിക്കടാ. നമ്മൾ ഒഴിവാക്കണില്ല, നമ്മൾ ഉപയോഗിക്കാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ രംഗത്ത് മക്കളെ വഴിതെറ്റിക്കുന്നിടത്ത് മാതാപിതാക്കൾക്ക് വലിയ പങ്കുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് തെറ്റിപ്പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. 18 വയസ്സാകുമ്പോ ഓട്ടോറിക്ഷക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോണത് സുഹൃത്തുക്കളെ, ആ കുട്ടി 1, 2 അല്ല 100 സിനിമകളിൽ ആ കുട്ടി കണ്ട ആശയം അതാണ്. പരസ്പരം കാമുകനും കാമുകിയും ആണും പെണ്ണും കണ്ടുമുട്ടുകയും അവർ പ്രേമത്തിൽ അകപ്പെടുകയും അവർ പരസ്പരം സന്തോഷിക്കുകയും അങ്ങനെ മാതാപിതാക്കൾ എതിർക്കുന്നു. ആ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് അവർ ഒന്നാകുന്നു. സിനിമ അവസാനിക്കുന്നു. 1, 2 അല്ല 100 സിനിമകളാണ് നമ്മുടെ മക്കൾ കണ്ടു തീർത്തത്. ആരാ സൗകര്യം ചെയ്തു കൊടുത്തത്? ഞാനും നിങ്ങളും അടങ്ങുന്ന മാതാപിതാക്കളാണ് അല്ലെ? മാതാപിതാക്കളാണ് ഈ സംവിധാനം ഒരുക്കി കൊടുത്തത്. നമ്മൾ മരിച്ചാ പോലും നിലനിൽക്കുന്ന തിന്മയുടെ വാഹകരായിക്കൊണ്ടാണ് പ്രിയമുള്ളവരെ നമ്മൾ മരിച്ചു പോണത് ഓർമ്മ ഉണ്ടാകണം. മരിച്ചുപോയാലും നമ്മൾ ഉണ്ടാക്കി കൊടുത്ത ഇതില് ആരൊക്കെ ഈ തിന്മ കാണുന്നുവോ, ഒരുപക്ഷെ നമ്മൾ മരിച്ചാല് ഈ സംവിധാനം, നമ്മൾ ഉണ്ടാക്കി കൊടുത്ത സംവിധാനം നശിക്കൂല. നമ്മുടെ മക്കള് കാണും അല്ലേ? മക്കള് വലുതായി പേരക്കുട്ടികൾ കാണും. ആരൊക്കെ അത് കണ്ട് അതിന്റെ എല്ലാം ആ തിന്മകൾ ആദ്യം ഉണ്ടാക്കി കൊടുത്ത മനുഷ്യന്റെ കബറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നന്മയുടെ മാത്രമല്ല അവശേഷിപ്പുകൾ ഉള്ളത്. ജാരിയായ സ്വതക്ക, അത് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ജാരിയായ സ്വതക്ക, നമ്മളൊരു കിണറുണ്ടാക്കി കൊടുത്തു. നമ്മൾ മരിച്ചു കഴിഞ്ഞാലോ ഇന്ന് ആൾക്കാർ വെള്ളം കുടിക്കും. ആ വെള്ളം കുടിച്ചാൽ അതിന്റെ പ്രതിഫലം നമ്മൾ മരിച്ചാൽ നമുക്ക് കിട്ടും. ഇത് നന്മയുടെ മാത്രം അവശേഷിപ്പല്ല, തിന്മയുടെയും അവശേഷിപ്പുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഉണ്ടാക്കി കൊടുത്ത ഒരു ക്ലബ്ബ്, ആ ക്ലബിൽ കാരണത്താൽ ആരുടെയൊക്കെ നമസ്കാരം നഷ്ടപ്പെട്ടുവോ അതിന്റെയൊക്കെ ശിക്ഷ ആദ്യം ഉണ്ടാക്കി കൊടുത്ത് നമുക്ക് ഉണ്ടാകും. നമ്മളെ വീട്ടിലൊരു ടെലിവിഷൻ സംവിധാനം ഉണ്ടാക്കി കൊടുത്തു, മക്കൾക്ക് 4 ആൾക്ക് 4 മൊബൈൽ മേടിച്ചു കൊടുത്തു കേട്ടോ. അതിലൂടെ നമ്മുടെ മക്കള് കാണുന്ന എല്ലാ തിന്മകളുടെയും അവർക്കും കുറവ് വരില്ല, നിങ്ങൾക്കും കുറവ് വരില്ല. ആവശ്യമുള്ളത് ഇങ്ങനെ കബറിലേക്ക് വന്നുകൊണ്ടിരിക്കും. മിനിമം മരിച്ചു പോകുമ്പോഴെങ്കിലും പ്രിയമുള്ളവരെ നമ്മുടെ തിന്മകൾ മുറിഞ്ഞു പോകണം. മരിച്ചു പോകണമെങ്കിലും തിന്മ മുറിഞ്ഞു പോകണം. ആ ഒരു ചിന്തയെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് അനാവശ്യമായ കാഴ്ചകൾ, അനാവശ്യമായ കേൾവികൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാകാൻ പാടില്ല അല്ലെ? നമ്മള് മക്കൾക്ക് നല്ല നല്ല വേഷവിധാനം ധരിക്കണം എന്ന് പറയും. പലപ്പോഴും ഞാൻ കാണാറുണ്ട്, പർദ്ദട്ട് കയറും ട്രെയിനില് അല്ലെ? ഓരോ ഉപ്പമാര് റെയിൽവേ സ്റ്റേഷനിൽ പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കാണ്. വെള്ളം എടുക്കാത്തതിന്റെ പേരിൽ ട്രെയിൻ ഇളകിയപ്പോ വാപ്പ പോയിട്ട് ഒരു സ്റ്റാളിൽ പോയി വെള്ളം മേടിച്ചു കൊണ്ടുവന്ന് ട്രെയിനിന്റെ പിറകയോടി അവനവന്റെ മകൾക്ക് ആ ജനാലിലൂടെ കൊടുക്കുമ്പോ ആ പിതാവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരെത്തിയിട്ടില്ല എന്നുള്ളൂ, തളം കെട്ടി നിൽക്കാൻ. ട്രെയിനിൽ യാത്ര പോകുന്ന മകളെ നോക്കി ഉമ്മാന്റെ കണ്ണിൽ ഇങ്ങനെ തളം കെട്ടി നിൽക്കുക വെള്ളം അല്ലേ? കണ്ണിലിങ്ങനെ കണ്ണുനീര് തളം കെട്ടി നിൽക്കാൻ. 2 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോ ആ പെൺകുട്ടിയുടെ അടുത്ത് മറ്റൊരാണ് വന്നിരിക്കാൻ കണ്ടോ, പർദ്ദ ഊരി വെക്കുകയാണ്. ട്രെയിൻ നമ്മൾ മനസ്സിലാക്കണം എന്താ ഈ അവസ്ഥാവിശേഷം ഉണ്ടായത്. ഈ ഒരു ആശയം നമ്മുടെ മക്കൾക്ക് നൽകിയത് മാതാപിതാക്കളായി ഞാനും നിങ്ങളുമാണ്. ദീന് കൊടുക്കാൻ നമ്മൾ മറന്നുപോയി. ദീന് കൊടുക്കാൻ അതിന് വിലട്ടു നമ്മള് അല്ലെ? ഒരു മദ്രസക്ക് വിടുമ്പോ 100 റുപ്യ കൊടുക്കണം, 250 റുപ്യ മാസം കൊടുക്കണം. പിശാച് ഇടപെട്ടു, അണ്ടാ വലിയ നഷ്ടാണ്. 1000 റുപ്യ മാസം ഓട്ടോറിക്ഷക്ക് കൊടുക്കണം, ഭയങ്കര നഷ്ടാണ്. നമ്മളെ മനസ്സിൽ പിശാച് ഇടപെടുക അല്ലേ? ഇത് നമ്മൾ എന്ത് ചെയ്യാണ്? മദ്രസ ഒഴിവാക്കുക. ഇനി പഠിപ്പിക്കേണ്ട ഏറ്റവും അടുത്ത മദ്രസ ഏതാണെന്ന് നോക്കുക. ദീന് പഠിപ്പിക്കണ മദ്രസ ഏതാ നോക്കൂല നമ്മള്. ദീന് പഠിപ്പിക്കുന്നിടത്ത് ഒരു ചിന്തയില്ല. ഒരു സ്കൂൾ അടുത്തുണ്ടെങ്കിൽ ആ സ്കൂളിൽ നമ്മൾ വിടൂല. ഏറ്റവും നല്ല സ്കൂൾ ഏതാ നമ്മൾ നോക്കും അല്ലേ? ഏറ്റവും നല്ല സ്കൂൾ ഏതാ നോക്കും. അവിടെ ഫീസ് നോക്കൂല, അത് നമ്മൾ നോക്കൂല. എന്നാൽ ദീനി വിദ്യാഭ്യാസ രംഗത്തോ അവിടെ നമ്മൾ നോക്കുക എവിടെ അടുത്ത മദ്രസ എന്നുള്ളൂ, അവിടെ ഖുർആൻ പഠിപ്പിക്കണ്ടോ,
ഹദീസ് പഠിപ്പിക്കുന്നുണ്ടോ? അവിടെ പ്രവാചകരെ പഠിപ്പിക്കുന്നുണ്ടോ? ആ സ്വഭാവം ദീനി സ്വഭാവം പഠിപ്പിക്കുന്നുണ്ടോ? ഇത് നമ്മൾ നോക്കൂല. നമ്മളെ നാട്ടിൽ പണ്ടേ ഒരു മദ്രസ ഉണ്ട്. അവിടെ മാല പഠിപ്പിച്ചാലും മൗലൂദ് പഠിപ്പിച്ചാലും റാത്തീബും കുത്തുബിയത്തും പഠിപ്പിച്ചാലും ഒരു കുഴപ്പമില്ല. ആ കുട്ടിയെ ശിർക്കിന്റെ ഒന്നാമത്തെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ അവരെ കൊണ്ടുപോയാക്കിയത് മാതാപിതാക്കളാണ്. ആ കുട്ടി ശിർക്കിലായി ജീവിക്കുന്നിടത്തോളം കാലം, കുഫറിലായി ജീവിക്കുന്നിടത്തോളം കാലം, ബിദ്അത്തിലായി ജീവിക്കുന്നിടത്തോളം കാലം ആ പിതാവിന് അതിന്റെ ശിക്ഷ വന്നുകൊണ്ടിരിക്കും. ഒരു സംശയമില്ല. ഇതൊക്കെ തെരഞ്ഞെടുക്കാനുള്ള മിനിമം ബുദ്ധി ഓരോ വിശ്വാസിയായ മാതാപിതാക്കൾക്ക് ഉണ്ടാകണം. അവനെന്റെ കുട്ടി എന്ത് ദീന് പഠിക്കണം, എവിടെ പഠിക്കണം? ദീന് പഠിപ്പിക്കുന്നിടത്തെ, ഖുർആൻ പഠിപ്പിക്കുന്നിടത്തെ, പ്രവാചകർ പഠിപ്പിക്കുന്നിടത്തെ, ബോധമുണ്ടാക്കുന്ന ഇൽമ് നൽകുന്നിടത്തെ നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞയക്കാവൂ. അത് മാതാപിതാക്കളിൽ നിന്ന് മക്കൾക്ക് കിട്ടേണ്ട അവകാശമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മാതാപിതാക്കളിൽ നിന്ന് അഥവാ ഞാനും നിങ്ങളും അടങ്ങുന്ന ആളുകളിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് കിട്ടേണ്ട അവകാശം അനന്തര സ്വത്തല്ല. കിട്ടേണ്ട അവകാശം അവർക്ക് നൽകേണ്ട അറിവ്, അവർക്ക് വിവരവും പക്വതയും വെക്കുമ്പോ നൽകേണ്ട അറിവ് നൽകൽ നമ്മുടെ ബാധ്യതയാണ്. പക്ഷേ വിരോധാഭാസം എന്ന് പറയട്ടെ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മയ്യത്ത് നിസ്കരിക്കാൻ പോണ ഒരു മകനോ മകളോ 18ഉം 20ഉം വയസ്സായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ മാതാപിതാക്കൾ വലിയ പരാജയത്തിലാണ്. അത് നമ്മൾ തിരിച്ചറിയണം പ്രിയമുള്ളവരെ. അതുകൊണ്ട് മതബോധം ഉണ്ടാക്കി കൊടുക്കണം. മതബോധം ഉണ്ടാക്കിക്കോ. 18ാമത്തെ വയസ്സിൽ കുട്ടി ഇറങ്ങിപ്പോകുമ്പോ നെഞ്ചത്തടിച്ച് നിലവിളിച്ചിട്ട് കാര്യമല്ല. ചെറുപ്പം മുതലേ അങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ ഓരോ രക്ഷിതാക്കൾക്കും സാധിക്കേണ്ടതുണ്ട്. അപ്പോഴേ വിജയിക്കുള്ളൂ, എങ്കിലേ പരലോകത്ത് രക്ഷപ്പെടുള്ളൂ. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവന് ബാക്കിയാകുന്ന സൽക്കർമ്മങ്ങളിൽ പെട്ടതാണ് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ. നമുക്ക് എഞ്ചിനീയറായ മക്കളുണ്ടാവും, ഡോക്ടറായ മക്കളുണ്ടാവും, നല്ല പണം കായ്ക്കുന്ന മരങ്ങളാവും മക്കള്. പക്ഷേ ദീനിന്റെ ബാലപാഠങ്ങൾ പോലും അവർക്കറിയില്ലെങ്കിൽ ആ മക്കളെ കൊണ്ട് ഒരു കാര്യമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. മതബോധമുള്ള എഞ്ചിനീയർ ഉണ്ടാകട്ടെ, മതബോധമുള്ള ഡോക്ടർ ഉണ്ടാകട്ടെ. നമ്മളെ ഏറ്റവും വലിയ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ 5 വരെയുള്ള മദ്രസ. അതിന്റെ അപ്പുറം എന്താ നമ്മൾ പഠിപ്പിച്ചത്? എന്താ പ്രിയമുള്ളവർ നമ്മൾ പഠിപ്പിച്ചത്? ഒരു മതവിജ്ഞാന സദസ്സുണ്ടായാല് നമ്മുടെ മക്കളുണ്ടാവൂല അല്ലേ? 10 മുതൽ അങ്ങോട്ട് 20-25 വയസ്സ് വരെയുള്ള മക്കളുണ്ടാവൂല. ഉണ്ടോ? എത്ര ആള് കൊണ്ടുവരാറുണ്ട്? ഒരു കല്യാണത്തിന് പോകുമ്പോ അടിച്ചു വീഴ്ചിട്ട് എല്ലാരും പോവുക. ഒരു കല്യാണത്തിന് പോകുമ്പോ എല്ലാരും അപ്പൊ പ്രസവിച്ച കുഞ്ഞുണ്ട് അതിനെ എടുത്തിട്ടാ നമ്മള് പോവുക. എന്നാലോ ഒരു ഖുർആൻ ക്ലാസ്സിന് വരുമ്പോ എത്ര ആളുണ്ടാവും? ആ വാപ്പയും ഏകദേശം ജീവിതമൊക്കെ തീർന്നു, കബറ് മുന്നിൽ ഇങ്ങനെ കാണുന്ന വാപ്പയുണ്ടാവും, ഉമ്മയുണ്ടാവും, കൈ പിടിച്ചാ കിട്ടുന്ന കുട്ടി ഉണ്ടാവും അല്ലേ? നമ്മളാ ഫൈനൽ റൗണ്ട് അറിയുമ്പോൾ എത്തുമ്പോഴാണ് ഇതിനൊക്കെ വരിക. അവനാന്റെ മക്കളത് പഠിപ്പിച്ചു കൊടുക്കാൻ താല്പര്യമല്ല. മക്കളെ പഠിപ്പിക്കാൻ വിടോ? ഇല്ല. ഇസ്ലാമിക വേഷവിധാനം ധരിപ്പിക്കാൻ അർഹതല്ല വാപ്പാക്ക്, ഉമ്മാക്ക് അർഹതല്ല. കാരണം എന്താ? അവർക്ക് ഇസ്ലാമിക വേഷമല്ല. ആകെ പള്ളിക്ക് വരുമ്പോഴേ ദീനീ വേഷം ധരിക്കുള്ളൂ. കല്യാണത്തിന് പോകുമ്പോ ദീനീ വേഷമല്ല, മറ്റെന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോ ദീനീ വേഷമല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്തുൻ റഹൂസഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദന റീഹഹാ. ലേ, വസ്ത്രം ധരിച്ച നഗ്നകളായ സ്ത്രീകൾ. അതാണ് ടൈറ്റ് ഫിറ്റും ഫ്രണ്ട് ഓപ്പൺ. ഉമ്മന്നെ എങ്ങനെയാണ് നടന്നു പോകുമ്പോ ശരീരം കണ്ട് പുറത്തിങ്ങനെ കാണുന്ന രൂപത്തിൽ ആ വസ്ത്രം ടൈറ്റ് ഫിറ്റാണ്, സ്കിൻ ഫിറ്റാണ്, ഫ്രണ്ട് ഓപ്പൺ ആണ്, ബർദട്ടിട്ടുണ്ടാവും. കാലൊന്ന് മുന്നിക്ക് വെച്ചാല് അവരുടെ തൊടഭാഗം മുഴുവൻ പുറത്ത് പ്രദർശിപ്പിക്കുന്ന രൂപത്തിലാണ് പല ബർദകളുള്ളത്. ഈ മാതാവ് എങ്ങനെ മകൾ ഉപദേശിക്കുക? അർഹതണ്ടോ? അർഹതല്ല പ്രിയമുള്ളവരെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു 3 വിഭാഗം ആളുകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് തിരിഞ്ഞു നോക്കൂല. സലാസത്തുൻ ലാ യൻദുറുല്ലാഹു അസ്സ വജല്ല യൗമൽ ഖിയാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല 3 വിഭാഗം ആളുകളിലേക്ക് തിരിഞ്ഞു നോക്കൂല. ഒന്നാമത്തെ ആള് അൽ ആഖുലി വാലിദൈ, മാതാപിതാക്കളെ ധിക്കരിക്കുന്നവരാണ്. രണ്ടാമത്തെ അൽ മർഅത്തുൽ മുതറജ്ജില, പുരുഷവേഷം കെട്ടുന്ന സ്ത്രീകളാണ്. പുരുഷവേഷം കെട്ടുന്ന സ്ത്രീകൾ കണ്ടോ? ജീൻസും ടോപ്പൊക്കെ ഇട്ട് മക്കളങ്ങനെ നടത്തുന്ന ആൾക്കാർ ആലോചിച്ചോളി. പുരുഷന്റെ വേഷം സ്ത്രീകൾക്ക് ധരിപ്പിക്കുമ്പോ എന്താ അതിന് കുഴപ്പമെന്നാണ് അല്ലേ? എന്താ അതിന് കുഴപ്പം? ആരപ്പ ടീഷർട്ട് ഇടാത്തേ, ആരപ്പ ജീൻസ് ഇടാത്തേ? ഇതിലൊന്നും സംഘടനാ ഭേദമല്ല, എല്ലാരെ കാര്യമാണ് പറയണത്. സുഹൃത്തുക്കളെ, നമ്മൾ ഗൗരവമായി ചിന്തിക്കണം
അല്ലേ? അത്തരം സ്ത്രീകളിലേക്ക് അല്ലാഹു നോക്കൂല. മൂന്നാമത്തെ വിഭാഗം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അദ്ദയ്യൂസ്. അദ്ദയ്യൂസ് അവനവന്റെ വീട്ടില് ഹറാമ് നടക്കുമ്പോൾ അത് തടയാത്ത മനുഷ്യൻ. കണ്ടോ, വ്യഭിചാരം പോലെ കണ്ണുകൊണ്ട് വ്യഭിചാരം ഉണ്ടെന്ന അൽ ഐനാനി സിനാഹുമാ അന്നദറു വല്ലുദനാനി സിനാഹുമാ അൽ ഇസ്തിമാ. കണ്ണിന് വ്യഭിചാരമുണ്ട്, ഹറാമായത് കാണലാണ്. കണ്ടോ, അവനാന്റെ വീട്ടിലെ വാപ്പ ഒരു സ്ഥലത്ത്, ഉമ്മ ഒരു സ്ഥലത്ത്, മക്കൾ വേറെ സ്ഥലത്ത്. ഈ കാഴ്ചയാണ്, റീൽസുകളാണ്, ഷോർട്സുകളാണ്. എല്ലാം കാണുന്ന എന്താ? അന്യ പുരുഷൻ, അന്യ സ്ത്രീ, അവരുടെ ഔറത്താ കാണുന്നത് അല്ലേ? ഇത് കണ്ട് ചിരിക്കാണ്. വ്യഭിചാരമാണ്, അവനാന്റെ വീട്ടിലടക്കണ വ്യഭിചാരം. കണ്ണിന് വ്യഭിചാരണ്ട്, ഹറാമായത് കാണലാണ്. വല്ലുദനാനി സിനാഹുമാ അൽ ഇസ്തിമാ. കാതിന് വ്യഭിചാരണ്ട്, അത് ഹറാമായത് കേൾക്കലാണ്. കൈകൾക്ക് വ്യഭിചാരണ്ട്, ഹറാമായത് പിടിക്കലാണ്. കാലുകൾക്ക് വ്യഭിചാരമുണ്ട്, ഹറാമായതിലേക്കുള്ള നടത്തമുണ്ട്. കണ്ടോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ ഇതൊക്കെ ഉണ്ട് അവനാന്റെ വീട്ടില്. പറയുമ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളൊന്നൊന്നുമില്ല, ഇഷ്ടപ്പെടാനല്ല ദീന് പറയണത്. ദീന് വളരെ കൃത്യമായി പറയാനുള്ളൂ, ആളുകൾക്ക് ഇഷ്ടമുള്ളത് പറയലല്ല. അതുകൊണ്ട് സുഹൃത്തുക്കൾ, അവനാന്റെ വീട്ടിൽ നിന്ന് ഇതൊക്കെ ഒഴിവാക്കണം. ഇതിനൊന്നും നമ്മൾ റെഡി ഇല്ല. കുട്ടികൾ നന്നാവും വേണം, ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഇതിനൊന്നും നമ്മൾ റെഡി ഇല്ല. നമ്മൾ മാറാൻ നമ്മൾ റെഡി ഇല്ല. നമ്മുടെ ഭാര്യ അവളും മാറാൻ റെഡി ഇല്ല. പിന്നെ എങ്ങനെ മക്കൾ നേരാകുക? സുഹൃത്തുക്കളെ, നന്നാവൂല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അവനാന്റെ വീട്ടില് ഒരു മാറ്റമുണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ടതുണ്ട്. അള്ളാന്റെ ശാപത്തിന് അർഹരായ പെണ്ണുങ്ങളെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ലഅനല്ലാഹ്, അല്ലാഹ് ശപിച്ചിട്ടുണ്ട്. അൽ വാശിമ വൽ മുസ്തൗശിമ വന്നാമിസ വൽ മുതനമ്മിസ. കണ്ടോ, പച്ച കുത്തുന്നവൾ, പച്ച കുത്തിക്കുന്നവൾ, പിരികം പ്ലക്ക് ചെയ്യുന്നവൾ, അത് പ്ലക്ക് ചെയ്ത് കൊടുക്കുന്നവൾ. കണ്ടോ, പിരികം പ്ലക്ക് ചെയ്യുന്നവളും അത് പ്ലക്ക് ചെയ്ത് കൊടുക്കുന്നവളും. അതുപോലെ തന്നെ അൽ വാസില വൽ മുസ്തൗസില, മുടി ചേർത്ത് വെക്കുന്ന, കുറെ മുടി ഉണ്ട് തോന്നാൻ വേണ്ടിയിട്ട് മുടി ചേർക്കുന്നവള്, അത് ചേർത്ത് വെച്ച് കൊടുക്കുന്ന സ്ത്രീകള്. കണ്ടോ, അൽ മുതഫല്ലിജാതു ലിൽ ഹുസ്നി അൽ മുഗീറാതു ഖൽഖില്ലാ. അറബികളുടെ രീതിയായിരുന്നു, അറബി സ്ത്രീകളുടെ രീതിയായിരുന്നു. അവരെന്ത് ചെയ്യും? ഈ പല്ലുകൾക്കിടയിൽ രാഗി അതിന് വടവുണ്ടാക്കും, സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇന്ന് മുസ്ലിം സ്ത്രീകൾ അവസ്ഥകൾ എടുത്തു നോക്കി. ഇതൊക്കെ 100ക്ക് 110% അവനാന്റെ കൗമിലുള്ള പെണ്ണുങ്ങളിലാണ് കാണാൻ പറ്റും അല്ലേ? അള്ളാന്റെ ശാപത്തിന് അർഹരായ പെണ്ണുങ്ങൾ അവനാന്റെ മകളായിട്ടുണ്ടാവും, ചിലപ്പോ ഒരുപക്ഷെ അവനാന്റെ ഭാര്യയായിട്ടുണ്ടാവും, ഉമ്മയായിട്ടുണ്ടാകും അല്ലേ? ഇവരൊക്കെ മക്കൾ എങ്ങനെ നന്നാകാനാ സുഹൃത്തുക്കളെ? അതുകൊണ്ട് സഹോദരങ്ങളെ, ആദ്യം വാപ്പയും നന്നാകുക, ഉപ്പയുമ്മയും നന്നാകുക, എന്നാലേ മക്കൾ നന്നാവുള്ളൂ. മക്കളെ ഉപദേശിക്കാൻ വാപ്പാക്കും ഉമ്മാക്കും അർഹത ഉണ്ടാകണം. കാരണം ഇന്ന് നമ്മുടെ മക്കളെ വാപ്പാക്കും ഉമ്മാക്കും അല്ലാത്തവർക്കൊക്കെ എന്ത് ചെയ്യാ? ഉപദേശിക്കാനും അവർക്ക് മാതൃകയാകാൻ. ഇല്ലേ, യൂട്യൂബർമാരെയാണ് ഇപ്പൊ കുട്ടികൾക്ക് ഇഷ്ടം. നിങ്ങൾ വീട്ടിൽ പോയി ചോദിച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ്? ഏതെങ്കിലും യൂട്യൂബർ ആയിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കണം. കാരണം അത്രത്തോളം അതിലേക്ക് അവര് ആകൃഷ്ടരാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം മാതൃകയാക്കാൻ നമ്മൾ തയ്യാറാകുക. നമ്മൾ വീട്ടില് ഇസ്ലാമികമായ ചുറ്റുപാടുണ്ടാകുക. കുട്ടികളോട് ഖുർആൻ ഓതാൻ പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ മദ്രസന്ന് പഠിക്കുന്നുണ്ടാവും. പക്ഷെ വാപ്പാന്റെ അടുത്തും ഉമ്മാന്റെ അടുത്തും കുട്ടികൾ കാണൂല. നിസ്കാരം പഠിക്കും കുട്ടികൾ, അത് കാണേണ്ടത് വാപ്പാന്റെ അടുത്തും ഉമ്മാന്റെ അടുത്തും ആദ്യം കാണേണ്ടത്. കളവ് പറയരുത് എന്ന് കുട്ടി പഠിക്കും, പക്ഷെ വാപ്പാന്റെ അടുത്തും ഉമ്മാന്റെ അടുത്തും ആദ്യം കാണുന്നത് കളവ് പറയണത്. അന്യനെ ദ്രോഹിക്കരുത് എന്ന് പഠിക്കും അല്ലേ? പക്ഷെ അയൽവാസിയെ ദ്രോഹിക്കണ വാപ്പാനി ഉമ്മാനിക്കാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. കുട്ടികളുടെ അനുഭവം നേരെ വിപരീത, പഠിക്കണതിന്റെ നേരെ വിപരീതമാണ് അനുഭവം. ആ അനുഭവം ഇവിടുന്ന് കിട്ടുന്നതാ, ഉപ്പാന്റെ അടുത്തും ഉമ്മാന്റെ അടുത്തും കിട്ടുന്നതാ. അതുകൊണ്ട് തന്നെ മക്കള് നന്നാവൂല. അത് നന്നാകണമെങ്കിൽ ആദ്യം നമ്മൾ ഭാര്യ ഭർത്തൃ ജീവിതം സുഹൃത്തുക്കളെ ഏറെ സന്തോഷകരമാകണം. നമ്മുടെ മക്കളെ കാണണം, ഭാര്യയോട് നന്നായി സംസാരിക്കണത്, ഭാര്യ ഭർത്താവിനോട് നന്നായി സംസാരിക്കണത്, ഇതൊക്കെ കാണണം. കണ്ട കീരിമ്പാമ്പു ആയാല് ഈ കുട്ടികൾ കല്യാണം തന്നെ വേണ്ട, കുട്ടികളെ തീരുമാനിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആദ്യം നമ്മൾ നേരാകുക എന്നുള്ളതാണ് നമ്മുടെ മക്കൾ. അവർ നന്നാകേണ്ടതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ പാഠം. അത് നമ്മൾ ഉൾക്കൊള്ളുക, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ ഫലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. മാ ബഅദ്. സത്യവിശ്വാസി സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്.
നമ്മുടെ മക്കള് നന്നാകുന്നിടത്ത് മാതാപിതാക്കൾക്ക് വലിയ പങ്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഒരിക്കൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ അടുക്കൽ ഒരു ഉപ്പ വരികയാണ്. ആ ഉപ്പ വന്നുകൊണ്ട് അന്നത്തെ ഖലീഫയായ അവിടുത്തെ രാജാവാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തോട് വന്ന് പറയാണ്, അമീറുൽ മുഅ്മിനീൻ, എൻ്റെ മകൻ ഒരു പിതാവെന്ന നിലയ്ക്ക് എന്നെ വേണ്ട പരിരക്ഷണം എന്നെ നോക്കണില്ല. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം മകനെ വിളിപ്പിക്കുകയാണ്. ആ പിതാവിന്റെ മകനെ വിളിപ്പിക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, എന്താണ് നീ നിന്റെ പിതാവിനെ വേണ്ടത്ര പരിഗണന കൊടുക്കാത്തത്? അപ്പോൾ ആ മകൻ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ചോദ്യം എന്താ അറിയാം? അല്ല അമീറുൽ മുഅ്മിനീൻ, മക്കൾക്ക് വാപ്പാനോട് മാത്രമേ ബാധ്യതയുള്ളൂ, മക്കളോട് മാതാപിതാക്കൾക്ക് ഒരു ബാധ്യതയില്ലേ? അപ്പൊ ഉണ്ട്. ഉമർലാൻ പറഞ്ഞു കൊടുക്ക, ഉണ്ട് എങ്കിൽ എന്താണത്? അതിൽ പറഞ്ഞു കൊടുക്കാണ്, ഒരു നല്ല ഉമ്മയെ തരണം. വാപ്പാന്റെ ബാധ്യത നല്ലൊരു ഉമ്മയെ തരണം, നിനക്ക് നല്ലൊരു പേര് വെക്കണം. അപ്പോ ആ മകൻ പറഞ്ഞു കൊടുക്കാണ്, ഇന്നെന്റെ വാപ്പ എനിക്കൊരു നല്ല ഉമ്മയെ തന്നിട്ടില്ല, എന്റെ വാപ്പ എനിക്കൊരു നല്ല ഉമ്മയെ തന്നിട്ടില്ല, എന്റെ ഉമ്മ മജൂസിയാണ്, അഗ്നി ആരാധകയാണ്, എനിക്കൊരു നല്ല പേര് ഇട്ടിട്ടില്ല. എനിക്കിട്ട പേര് ജുഅലി എന്ന, വണ്ട് ചൊറി എന്നൊക്കെ അർത്ഥം വരുന്ന ആ പേരാ എനിക്കിട്ടിട്ടുള്ളത്. കണ്ടോ? അപ്പൊ ആദ്യം എന്താ പറയുക, നമ്മളെപ്പോഴും നമ്മുടെ മക്കൾ നമ്മളോട് ഉണ്ടാകേണ്ട ബാധ്യതയെ കുറിച്ച്, ഉത്തരവാദിത്തത്തെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായിട്ടുള്ളൂ. നമ്മളെ മക്കളോട് ചില ബാധ്യതന്റെ ഉത്തരവാദിത്തം ഉണ്ടെന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല, അല്ലെ? അവനാന്റെ വീട്ടില്, അതുകൊണ്ടാണ് ദീനുള്ള ഒരു വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ്, വെറുതെ പറഞ്ഞതല്ല. ഇസ്ലാം പറഞ്ഞെന്താ? പല ഘടകങ്ങളും നോക്കിയിട്ട് ഒരു പെണ്ണ് വിവാഹം ചെയ്യപ്പെടുന്നത്. അതിൽ നിങ്ങൾ ദീന് മുൻഗണന കൊടുക്കണം. ദീന് നോക്കണം എന്ന് മാത്രമല്ല പറഞ്ഞത്, തെരിബത്ത് ഏതാ, നിങ്ങൾ കയ്യിൽ മണ്ണ് പുരളേണ്ടി വന്നാലും ദീനിന് മുൻഗണന കൊടുക്കണം എന്നാണ്. എത്ര ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ട്? എത്ര ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ട്? നമ്മൾ നോക്കിയത് മറ്റു പലതുമാണ്. സമ്പത്തും സൗന്ദര്യമൊക്കെ നോക്കി, നമ്മള് ദീനയെ നോക്കിയില്ല. അതുകൊണ്ട് തന്നെ അവിടെയാണ് ഇസ്ലാം എല്ലായിടത്തും കൃത്യമായ നിർദ്ദേശം ഉണ്ടേ. പെണ്ണിന് മാത്രം മതിയോ? ഇല്ല, ആണിനും വേണമെന്ന, ആണിനും വേണമെന്ന. അതിന് ആണിനെന്ത് വേണ്ട ദീന്? അതും നോക്കൂല. ഓന് നല്ല ജോലി ഉണ്ടോന്നേ നോക്കുള്ളൂ പലരും. നമ്മളെ മക്കൾക്ക് ആലോചിക്കുമ്പോഴേ നോക്കെന്താ, ഓന് 5 അക്ക ശമ്പളം ഉണ്ടോന്നാണ്. ഓന് ദീനുണ്ടോ നോക്കൂല, തൗഹീദ് ഉണ്ടോ നോക്കൂല, ദീനി ബോധം ഉണ്ടോ നോക്കൂല. ഇനി അങ്ങനെ നോക്കിയാൽ കിട്ടാൻ കുട്ടികളുണ്ടോ? കാരണം നമ്മളൊക്കെ കുട്ടികളാ ഉള്ളത്. ഒറ്റൊന്നിനെ ദീന് പഠിപ്പിച്ചിട്ടുണ്ടാവൂല. 4ാം ക്ലാസ് വരെ മദ്രസ തന്നെ ഉണ്ടാവുള്ളൂ, അല്ല 5ാം ക്ലാസ് വരെ മദ്രസ്. അതിന്റെ എപ്പോഴും വിട്ടിട്ടും ഉണ്ടാവൂല, പഠിപ്പിച്ചിട്ടും ഉണ്ടാവൂല. പിന്നെ എവിടുന്ന് അത് കിട്ടുന്നത്? പിന്നെ ഈ സമൂഹം നന്നാവോ പ്രിയമുള്ളവരെ? നന്നാവൂല. അപ്പൊ ഇസ്ലാമിന്റെ നിർദ്ദേശം സ്വീകരിക്കാത്തോണ്ടാണ് ഈ അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുന്നത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കാണ്, ഇന്ന് ഉമ്മാനെ തലക്കടിച്ചോന് ഓന്റെ പ്രായത്രേ 15ന്റെ 20ന്റെ ഇടക്കാണ്, അല്ലേ? ആ പ്രായം ഓൻ ജനിച്ച കാലഘട്ടം ഏതാ? 15 കൊല്ലം 20 കൊല്ലം മുമ്പേണ്. മനസ്സിലാവുണ്ടോ? അന്നത്തെ സാമൂഹ്യ ചുറ്റുപാടിനനുസരിച്ച് വളർന്നു വന്ന കുട്ടിയുടെ പ്രതികരണമാണ് ഇന്ന് കണ്ടത്. അന്നത്തെ സാമൂഹ്യ ചുറ്റുപാടിനനുസരിച്ച് വളർന്നു വന്ന കുട്ടിയുടെ പ്രതികരണം അന്ന് കണ്ടത്. ഇന്ന് ജനിക്കണ കുട്ടി 20 കൊല്ലം കഴിഞ്ഞാത്ത അവസ്ഥ എന്താവും പ്രിയമുള്ളവർ? നമ്മുടെ അന്നത്തെ 5 വയസ്സായ കുട്ടി, 6 വയസ്സായ കുട്ടി, ആ കുട്ടി 15 കൊല്ലം കഴിയുമ്പോൾ എന്താവും? ഇതിനേക്കാൾ നല്ലൊരു സാമൂഹ്യ ചുറ്റുപാട് ഇവിടെ ഉണ്ടാകുന്ന ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല. ഇന്ന് വീടിന്റെ പുറത്തു കൂടെ എല്ലാ ഇരുട്ടുള്ള മൂലകളിലും, അല്ലെ, എല്ലാ കടവരാന്തകളിലും ഇന്ന് ലഹരി ലഭ്യമാണ്. എന്നാൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ ഇത് കിട്ടും. ഇന്ന് ഏറ്റവും മാരകമായ ഒരു ലഹരി എന്ന് പറയപ്പെടുന്ന ഒരു ലഹരിയാണെങ്കിൽ സുഹൃത്തുക്കളെ, നാളെ ഇതിനേക്കാൾ അതിമാരകമായ ലഹരി വരും. നമ്മുടെ കുട്ടികളത് കൈകാര്യം ചെയ്യും. അന്ന് വ്യാപകമായി വാപ്പാക്കും ഉമ്മാക്കും തല്ലിട്ടു കണ്ടോ. ഇന്ന് എവിടെങ്കിലും ഒന്ന് അപ്പൊ തിരുവനന്തപുരത്തെ കിട്ടിയിട്ടുള്ളൂ, അല്ലേ? പല സ്ഥലത്തും കിട്ടിയത് പറയണില്ല. നമ്മൾ പത്രത്തിൽ വരുന്നതേ അറിയണുള്ളൂ. പത്രത്തിൽ വരാത്ത അടികൾ കുറേയുണ്ട്, വാപ്പാ കിട്ടുന്നതും ഉമ്മ കിട്ടുന്നതും. അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നമുക്കും ഇത് കിട്ടും. എന്തുകൊണ്ട് അറിയോ? ദീന് പഠിപ്പിച്ചു കൊടുക്കാത്തതുകൊണ്ട്. എവിടെങ്കിലും മദ്രസയിൽ വിട്ടിട്ട് കാര്യമില്ല, എവിടെങ്കിലും ദീന് പഠിപ്പിച്ചിട്ട് കാര്യമില്ല. എവിടെ പഠിപ്പിക്കണമെന്നാണോ ഇസ്ലാം പഠിപ്പിച്ചത് അവിടെ പഠിപ്പിക്കാൻ നമുക്ക് കഴിയണം. എന്ത് പഠിക്കണമെന്നാണോ ഇസ്ലാം പറഞ്ഞത് അത് പഠിക്കുന്ന മക്കളാകണം. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്, ഇവിടൊക്കെ മുട്ടിന് മദ്രസകൾ, ദീനി സ്ഥാപനങ്ങളുണ്ട്. മറ്റേത് മതത്തിനാ അതുള്ളത്? അല്ലേ? എന്നാൽ ഏതൊരു തിന്മ, ഏതൊരു
പ്രശ്നങ്ങൾ എടുത്തു നോക്കിയും അവിടൊക്കെ ഒരു ചെറിയതല്ലാത്ത സംവരണം മുസ്ലിം സമുദായത്തിനുണ്ട്. മദ്രസയിലായിട്ട ദീനീ പഠനമില്ലായിട്ട ഒന്നല്ല, പഠിപ്പിക്കണില്ല. അതുകൊണ്ടാണ് ഖുർആൻ പഠിപ്പിക്കണില്ല. ഇപ്പൊ എനിക്കറിയാം 7ാം ക്ലാസ്സില് കുട്ടികൾ അഡ്മിഷൻ എടുക്കാൻ മദ്രസയിൽ വരുമ്പോ ഖുർആൻ ഓതിപ്പിക്കുമ്പോ 7ാം ക്ലാസ്സിലുള്ള കുട്ടി ഖുർആൻ ഓതാറിയില്ല. പല മദ്രസകളും പഠിച്ച കുട്ടികളാണ്. അവസാനം 2ൽ ഇരുത്തേണ്ടി വരികയാണ് 7ാം ക്ലാസ് പ്രായമുള്ള കുട്ടീനെ. കാരണം സ്കൂളത്തെ പോലെ വിടേണ്ടതല്ല മദ്രസ എന്നുള്ളത്, ദീനീ പഠനം എന്നുള്ളത്. അത് പഠിപ്പിച്ച് ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. അത് ജീവിതത്തിൽ പകർത്തിന്റെ ഉറപ്പ് വരുത്തിയിട്ട് വിടേണ്ടതാണ്, വെറുതെ വിടേണ്ടതല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ രംഗത്തൊക്കെ ഒരു കാഴ്ചപ്പാട് മാതാപിതാക്കൾ എന്നുള്ള നിലക്ക് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതോടൊപ്പം മക്കളെ പ്രിയമുള്ളവർ അതിരറ്റ് നമ്മൾ സ്നേഹിക്കണം. മക്കളെ നന്നായി സ്നേഹിക്കണം. നമ്മൾ മക്കളെ ഉമ്മ വെക്കൽ എപ്പോഴാ അറിയോ? 3ാം വയസ്സ് വരെയാണ്. അതിന്റെ അപ്പുറം ഉമ്മ വെക്കൂല. മക്കളെ ഉമ്മ വെക്കണം എന്നാ. മക്കളെ സ്നേഹിക്കണം. നമ്മൾ സ്നേഹിക്കണില്ലെങ്കിൽ നമ്മുടെ മക്കളെ സ്നേഹിക്കാൻ വീടിന്റെ പുറത്ത് കുറെ ആൾക്കാരുണ്ട്. ഇഷ്ടം പോലെ വാരിക്കോരി ഒരു സ്നേഹം കൊടുക്കും. പക്ഷെ ആ സ്നേഹത്തിന്റെ പിന്നിൽ താല്പര്യങ്ങൾ ഉണ്ടാവും. നമ്മൾ വാപ്പയമ്മി സ്നേഹിക്കാത്തതുകൊണ്ടാണ്, വാപ്പയമ്മി മക്കളെ പരിഗണിക്കാത്തത് കൊണ്ടാണ്. അവരെ ചേർത്ത് പിടിക്കണം. എത്ര വയസ്സായിക്കോട്ടെ, അവരെ ഉമ്മ വെക്കണം, അവരെ പരിഗണിക്കണം. കണ്ടോ, ഇതൊക്കെ വാപ്പയമ്മയും ചെയ്യാത്ത. എന്ന് വെച്ചാൽ വാപ്പാന്റെ ഇമ്മാന്റെയും പണി നമ്മൾ ചെയ്യണില്ല. നമ്മൾ ആകെ ആഗ്രഹിക്കണം കുറെ പൈസ ഉണ്ടാക്കണം, മക്കളും വലുതായ കുറെ പൈസ ഉണ്ടാക്കി കൊണ്ടുവരണം എന്നാണ്. അതിന്റെ അപ്പുറം കുടുംബ ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാകണമെന്നോ, ദീനീപരമായുള്ള ഒരു കുടുംബം ഉണ്ടാകണമെന്നോ, പരലോകത്ത് ഉപകാരപ്പെടുന്ന മക്കളുണ്ടാകണമെന്നോ ഒരാളും ആഗ്രഹിക്കണില്ല. പിന്നെ ഇതൊക്കെ പാടും നേരായി വന്നാ നേരായി, അങ്ങനെയുള്ളൂ. ഒക്കെപ്പാട് എങ്ങനെയെങ്കിലൊക്കെ ഒരു ചെറിയ ശതമാനം നേരായി വരുമല്ലോ, അയിക്കൂടും നേരായി എന്നുള്ളൂ ലക്കിന്. അല്ലാതെ മനഃപൂർവ്വമായൊരു പരിശ്രമം ഈ രംഗത്ത് പല മാതാപിതാക്കൾക്കും ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പള്ളിയിൽ വാങ്ങിക്കൊടുക്കാൻ ഉത്തരേന്ത്യയിൽ നിന്ന് ആള് വരണം, ഇമാമക്ക ഉത്തരേന്ത്യയിൽ നിന്ന് ആള് വരണം. എവിടെ വരില്ലാത്തത്? അവനാന്റെ നാട്ടില് ഒരു ജഹരിയായ നിസ്കാരത്തിന് ഇമാമക്കാൻ കഴിയണ ഒരു 10 ആളില്ലാന്ന് മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥയാണ്. നിങ്ങൾ ആലോചിച്ചു അല്ലെ? അവനാന്റെ നാട്ടിൽ ഒരു ജഹരിയായ നിസ്കാരത്തിന് 10 ആയത്ത് അതിന്റെ തജ്വീദ് അനുസരിച്ച് ഓതിയിട്ട് ഇമാമക്കാൻ കഴിയണ 10 ആളില്ലെങ്കിൽ സുഹൃത്തുക്കളെ, എന്തിനാണ് ആ നാട്ടിൽ ഇസ്ലാം എന്ന് പറഞ്ഞ് നടക്കുന്നത്? എന്തിനാണ്? അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആൾക്ക് ശ്രദ്ധ ഉണ്ടാകണം. ദീനി പഠന സംരംഭങ്ങൾ അത് വളർത്തിക്കൊണ്ടുവരണം. ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം മക്കൾക്ക് നൽകണം. വെറുതെ ഒരു മദ്രസ നടത്തലല്ല, ക്വാളിറ്റി ഉണ്ടാകണം കുട്ടികൾക്ക്. പുറത്തിറങ്ങണ കുട്ടികൾക്ക് മൂല്യബോധം ഉണ്ടാകണം, പടച്ചോനെപ്പേടി ഉണ്ടാകണം, 5 നേരം നിസ്കരിക്കണവനാകണം. പരീക്ഷ കേന്ദ്രീകൃത ആകരുത് നമ്മുടെ ദീനി പഠനം എന്നുള്ളത്. അതിന്റെ അപ്പുറം ജീവിത കേന്ദ്രീകൃതമാകണം. അങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞാൽ മാത്രമേ പ്രിയമുള്ളവരെ ഇനിയുള്ള ഒരു തലമുറയെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയുള്ളൂ. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കണം, നിരന്തരം നടത്തിക്കൊണ്ടേയിരിക്കണം. അതിന്റെ ഭാഗമായാണ് സിയാറികൾ സംഘടിപ്പിക്കാറുള്ളത് മദ്രസ വിദ്യാഭ്യാസം കഴിഞ്ഞ കുട്ടികൾക്ക്. ഇനിതാ വരുന്ന 11-ാം തീയതി പ്രിയമുള്ളവരെ പെരിന്തൽമണ്ണ വെച്ച് സ്ത്രീ വിദ്യാർത്ഥികൾക്കുള്ള ഒരു സമ്മേളനം പ്രത്യേകമായി നടത്താൻ, കുട്ടികൾക്ക് ഇതൊക്കെ ബോധം ഉണ്ടാക്കി കൊടുക്കാൻ. നമ്മളെ മക്കളെ വിടണം. 8ാം ക്ലാസ് കഴിഞ്ഞ എല്ലാ കുട്ടികളെയും നമ്മളെ കുട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ട് ഇവിടുന്ന് കൊണ്ടുപോയി ആക്കണം. ഒരു ദിവസം ഒരു പഠിക്കട്ടെ. എന്തിനൊക്കെ നമ്മൾ വിടുന്നുണ്ട്. ടർഫിൽ രാത്രി 12-1 മണി വരെ നമ്മളെ മക്കളെ വിടുന്നുണ്ട് അല്ലേ? ഒരു മടിയില്ല നമുക്ക്. എന്താ ഈ ദീന് പഠിക്കുന്നിടത്ത് മാത്രം എന്താ ഒരു പിന്നിപ്പോണൊരവസ്ഥ ഉണ്ടാകരുത് സുഹൃത്തുക്കളെ. ഇവിടെ 8ാം ക്ലാസ്സിലുള്ള കുട്ടി മുതൽ അങ്ങോട്ടുള്ള ഏതൊക്കെ രക്ഷിതാക്കളുണ്ടോ ഇവിടെ രജിസ്ട്രേഷൻ ഉണ്ട്. അവർ രജിസ്റ്റർ ചെയ്ത് അവൻ്റെ മക്കൾ അതിന് പറഞ്ഞയക്കണം. അത് മാത്രമല്ല, അതിന് പിന്നീട് സിയാറികളും എന്ന് വെച്ചാൽ ദീനീപരമായ ചുറ്റുപാടില് നമ്മുടെ മക്കൾ വളരണം. അതിനുവേണ്ടി പരിശ്രമിക്കുക. അവനാന്റെ നാട്ടിലൊക്കെ അതിനുള്ള സംവിധാനം ഉണ്ടാക്കുക. നമ്മുടെ മക്കളെ ആ നിലക്ക് വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ തയ്യാറാവുക. നമ്മുടെ മക്കളെ നമ്മളെ ശ്രദ്ധിക്കേണ്ടത്, മറ്റുള്ളവരും ശ്രദ്ധിക്കൂല. അവനാന്റെ മക്കളെ അവരാര് അഥവാ രക്ഷിതാക്കളെ ശ്രദ്ധിക്കുക. യാ അയ്യുഹല്ലദീന ആമനു, ഖുർആൻ പറയാണ്, എന്നെ നിങ്ങളെ വിളിച്ചിട്ടാ പറയണത്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഖൂ അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തിന് രക്ഷപ്പെടുത്തണം. വഅഹ്ലീക്കും, നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിന് രക്ഷപ്പെടുത്തണം. കേട്ടോ, ആ ബാധ്യത ഏറ്റെടുക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. ആ പണി നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ സുഹൃത്തുക്കളെ, പരലോകമുണ്ട്, മരണമുണ്ട്, അതിന്റെ അപ്പുറം ഒരു ജീവിതമുണ്ട്. അള്ളാന്റെ മുന്നിൽ ഓരോ സെക്കൻഡുകൾക്ക് ആക്കമിട്ട് നമ്മൾ മറുപടി പറയേണ്ടി വരും. അവനാന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാതെയാണ് നമ്മൾ ലോകത്തോട് വിട പറയുന്നതെങ്കിൽ. അതുകൊണ്ട് ശ്രദ്ധ ഉണ്ടാകണം. ആ ഒരു ചിന്ത എപ്പോഴും, അവനാന്റെ വീട് നന്നാക്കാൻ നമുക്ക് പരിമിതിയൊന്നുമില്ല, നാട് നന്നാക്കാൻ നമുക്ക് പരിമിതി ഉണ്ട്. വീട് ഇസ്ലാമികവൽക്കരിക്കുക, ഇസ്ലാമികമായ ചുറ്റുപാട് ഉണ്ടാക്കുക, വീട്ടിലുള്ള വാപ്പിമ്മി ആദ്യം നന്നാകുക,
മക്കൾ നന്നാകും. ആ നിലക്കൊക്കെ നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ, ഇസ്ലാമികവൽക്കരിക്കാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇണകളിലും സന്താനങ്ങളിലും അള്ളാഹു കൺകുളിർമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഈമാനോടുകൂടി വിട പറയുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കച്ചവടങ്ങളും ഇടപാടുകളും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.